അതുപോലെ വടംവലി വൻ വിജയമാക്കി തീർക്കുന്നതിനകത്ത് എല്ലാവരും സഹകരിക്കണം. നമുക്കറിയാം വടംവലിയെ സംബന്ധിച്ചുള്ള വടംവലി പല സ്ഥലങ്ങളിലും വടംവലി മത്സരം നടന്നത് എല്ലാവരും നിർത്തുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം എല്ലാ സ്ഥലങ്ങളിലും ചെറിയ തോതിലുള്ള അലമ്പ് വഴക്കുകളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഈ വടംവലി മത്സരം എന്ന് പറയുന്നത് എല്ലാവരും നിർത്തിപ്പോകുന്നതിന്റെ ഒരു കാരണം. പക്ഷെ അരീക്കരയെ സംബന്ധിച്ചിടത്തോളം 3 വർഷവും നമ്മൾ ഈ വടംവലി മത്സരം നടത്തിയിട്ട് ഒരു ഒച്ചയിൽ സംസാരിക്കേണ്ട ഒരു സ്റ്റേജ് പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ വർഷത്തെ വടംവലിയിലും നമുക്കറിയാം നമ്മുടെ അവാർഡ് അത് നമ്മുടെ മനസ്സിൽ നിൽക്കണം. ഈ വർഷത്തെ വടംവലിയും ഏറ്റവും നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. മറ്റുള്ള രീതിയിലുള്ള ആന്റി സോഷ്യലായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകരുത്. അതൊരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കുന്നതല്ല എന്ന് ഈ സമയത്ത് പറയാനും കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ജോസ് നെടുങ്ങാട്ടച്ഛൻ ഞാൻ വളരെ ഹാർദവമായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ പെരുമറ്റം അമ്പലത്തിന്റെ മേൽശാന്തിയായ ശ്രീ നാരായണൻ തിരുമേനി, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ തങ്കമണി ശശി മേഡം, അതുപോലെ നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിട്ടുള്ള സജേഷ് ശശി, പഞ്ചായത്ത് മെമ്പർമാരായിട്ടുള്ള സിൽവി ടീച്ചർ, സണ്ണി പുതിയടം, അതുപോലെ നിരവധി പ്രമുഖ വ്യക്തികൾ എല്ലാവരെയും ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ വടംവലി എന്നിവിടെ ആസ്വദിക്കാൻ വന്നിരിക്കുന്ന എല്ലാ നല്ല നാട്ടുകാരെയും വടംവലി പ്രേമികളെയും വളരെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഈ പ്രദർശന മത്സരം ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛനെയും തിരുമേനിയും ഞാൻ വേദിയിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ലയൺസ് പുത്തൂർ തൃശൂര് രജിസ്ട്രേഷൻ ഫോം എത്രയും പെട്ടെന്ന് എത്തിക്കുക. അരീക്കര ക്ലബ്ബ് സംഘടിപ്പിക്കപ്പെടുന്ന നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതോടനുബന്ധിച്ചുകൊണ്ട് നാടിന്റെ പ്രിയപ്പെട്ടവരെ എല്ലാം ഒരുമയായി കോർത്തിണക്കിക്കൊണ്ടുള്ള ഔപചാരികമായ വടംവലി മത്സരത്തിന്റെ ഉദ്ഘാടന സെക്ഷൻ ആരംഭിക്കുന്നു. അഭിവന്ദ്യനായ അരീക്കര പള്ളിയുടെ വികാരിയെ ആദരപൂർവ്വം ഈ ധന്യമായ സദസ്സ് ഉദ്ഘാടനം ചെയ്യുവാൻ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ സായം സന്ധ്യയുടെ ഏറ്റവും ആദരണീയനായ വിശിഷ്ടാതിഥി നമ്മുടെ അയൽപക്കത്തെ ക്ഷേത്ര മേൽശാന്തി നാരായണൻ നമ്പി അവരുകള്, പഞ്ചായത്ത് പ്രസിഡന്റ്, സ്നേഹമുള്ള മെമ്പേഴ്സ്, നല്ലവരായ നാട്ടുകാരെ, വടംവലി പ്രേമികളെ, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ കായിക മാമാങ്കത്തിൽ പങ്കെടുക്കാനായിട്ട് സന്തോഷത്തോടെ ഇവിടെ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട വടംവലി സുഹൃത്തുക്കളെ, അരീക്കര പള്ളിയുടെ തിരുമുറ്റത്ത് ഈ സായം സന്ധ്യയിലെ അരങ്ങേറുന്ന ഈ കായിക മാമാങ്കത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഈ പ്രദേശത്തിന്റെ വക്താവ് എന്ന നിലയിൽ ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കാരണം നമ്മുടെ ഇടവകയിലെ തിരുനാളിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷവും ഈ വർഷവും നമ്മൾ ആരംഭിച്ച, അതും അരീക്കര പള്ളിയുടെ സ്കൂളിന്റെ മുറ്റത്താണ് കഴിഞ്ഞ വർഷം മുതൽ ഇതിന് നമ്മൾ അനുമതി കൊടുത്തിട്ടുള്ളത്. കാരണം റോഡുകളിലെ വടംവലി നടത്തി യാത്രക്കാർക്കും നാട്ടുകാർക്കുമൊക്കെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന അവസ്ഥയിൽ നിന്നൊക്കെ മാറി സംഘാടകരെ സമീപിച്ചപ്പോൾ സന്തോഷത്തോടെ ഈ ഗ്രൗണ്ട് ഞാൻ വിട്ടുകൊടുക്കുകയാണ്. അതുകൊണ്ട് നാളെ നമ്മുടെ ഇടവക തിരുനാൾ ആഘോഷത്തിന് തുടക്കം കുറിക്കുമ്പോൾ അതിന്റെ തലേന്ന് കഴിഞ്ഞ വർഷവും ഈ വർഷവും ഈവൻ അടുത്ത വർഷവും ഈ ദിവസം തന്നെ ഇത് ഇവിടെ നടക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസകൾ നേരുകയാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരു ദേവാലയത്തിലെ തിരുമുറ്റത്ത് നടക്കുന്ന ഒരു മത്സരത്തില് സൂചിപ്പിക്കപ്പെട്ടതുപോലെ യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കരുത് എന്ന് വളരെ സ്നേഹപരിസരം ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആരും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ആളുകളല്ല. കേരളത്തിന്റെ എന്റെ നാട്ടിൽ നിന്ന് പോലും ആളുകൾ ഇവിടെ വടംവലിക്ക് എത്തിയിരിക്കുന്നത് ഞാൻ സന്തോഷത്തോടെ ഓർക്കുകയാണ്. ഞാൻ ഇതിനു മുമ്പ് KCYM ജയഗിരിയുടെ ലേബൽ ഇവിടെ പേര് അനൗൺസ് ചെയ്തപ്പോൾ ഞാൻ അടുത്ത ആളുകൾ ഇവരെ ജയഗിരി ഇവിടെ തൊട്ടടുത്ത് KCYMന്റെ ലേബല് ഉള്ള ബനിയന് ഞാനിവിടെ കണ്ടു. അപ്പം ജാതി മതഭേദമന്യേ എല്ലാ ദിക്കുകളിൽ നിന്നും ആളുകൾ ഇതിനകത്ത് പങ്കെടുക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നു തന്നെ ഞങ്ങളുടെ ഉത്സാഹം വർദ്ധിപ്പിക്കുകയാണ്. അതുകൊണ്ട്
അരീക്കര ക്ലബ്ബ് നടത്തുന്ന ഈ വടംവലി മത്സരത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രത്യേകിച്ചും ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് കഴിഞ്ഞ 2 വർഷമായി എനിക്ക് നേരിട്ടറിയാവുന്നതുകൊണ്ട് 2 വർഷമായി ഈ നാട്ടിലെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എല്ലാ ആളുകൾക്കും സഹായഹസ്തം ചെയ്തു കൊടുക്കുന്ന ഒരു പദ്ധതിയുമായിട്ടാണ് അരീക്കര ക്ലബ്ബ് ഭാരവാഹികൾ ഇതിന് ലക്ഷ്യമിടുക. കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഇതിനോട് കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ സാർവത്രിക സഭയിൽ ഈ 2016 കരുണയുടെ വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കത്തോലിക്ക സഭയിൽ കാരുണ്യത്തിന് പ്രവൃത്തികളുടെ അലയടികൾ അരീക്കര ക്ലബ്ബ് നേരത്തെ തന്നെ ഏറ്റെടുത്തുകൊണ്ട് സഹചര്യത്തിന് നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുവാനുള്ള വലിയ കൃപ ഈ ക്ലബ്ബിലെ എല്ലാ അംഗങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു, ആശംസകൾ അർപ്പിക്കുന്നു. കത്തോലിക്ക സഭയുടെ വചനഗ്രന്ഥമായ ബൈബിളിലെ ലൂക്കായുടെ സുവിശേഷം നല്ല സമറിയാക്കാരുടെ ഉപമ, പാവപ്പെട്ട അർഹിക്കുന്ന ആളുകൾക്ക് സഹായഹസ്തം ചെയ്തു കൊടുക്കുവാനുള്ള ചിന്തയുമായി ലൂക്കാ സുവിശേഷകൻ യേശുവിനെ നല്ല സമറിയാക്കാൻ ഉപമ അവതരിപ്പിക്കുമ്പോൾ ആ കാരുണ്യ പ്രവർത്തികളെ മനസ്സുറപ്പിച്ചുകൊണ്ട് അരീക്കര ക്ലബ്ബ് നടത്തുന്ന ഈ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം തന്നെ ഇവിടെ ഇന്ന് ഈ നടക്കുന്ന കേരളക്കരയിൽ നിന്നും വിവിധ ഭാഗങ്ങളിൽ എത്തിയിട്ടുള്ള കായിക താരങ്ങൾക്ക് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടെ ഇവിടെ നടക്കുന്ന ഈ കായിക മാമാങ്കം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട സെന്റ് ജോസഫ് പള്ളി വികാരിയച്ഛൻ, പഞ്ചായത്തിന്റെ ഭരണസാരഥികള്, സാരഥികള്, അരീക്കര ക്ലബിന്റെ സാരഥികള്, നിങ്ങൾ 4 വർഷമായിട്ട് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നടത്തുന്നതിനു വേണ്ടി വടംവലി മത്സരം നടത്തുക, അതിൽ വിജയികൾക്ക് നാട്ടുകാർക്കും ഒരുപോലെ ആഹ്ലാദിക്കത്തക്ക രീതിയിലുള്ള ഒരു പരിപാടി ആസൂത്രണം ചെയ്യുക എന്നുള്ളതാണ് തീർത്തും ഒരു അവഗണിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. നാടിന്റെ നാനോമുഖമായ വികസനത്തിന്, സാംസ്കാരിക കാര്യങ്ങൾക്ക് വികസനത്തിന് ഇങ്ങനെയുള്ള പരിപാടികൾ ഏറ്റവും നല്ല തുടക്കം കുറിക്കും. നല്ല സംസ്ഥകൾ കിട്ടും. ജീവകാരുണ്യ പ്രവർത്തനം നടത്താനുള്ള ക്ലബിന്റെ നടപടികൾ ശ്ലാഘനീയമാണ്. നിങ്ങളുടെ ഈ സംരംഭം നാൾക്ക് നാൾ ഉത്തരവുത്തരം നടക്കുന്നതിന് സാധിക്കട്ടെ. ഈ വടംവലി മത്സരത്തിൽ പങ്കെടുക്കുന്ന ടീമുകൾക്കും ഇവിടെ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ബഹുമാനപ്പെട്ട നമ്മുടെ വികാരിയച്ഛൻ, അതുപോലെ തന്നെ അമ്പലത്തിന്റെ തിരുമേനി, വൈസ് പ്രസിഡന്റ് പഞ്ചായത്തിന്റെ, അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പഞ്ചായത്തിലെ മെമ്പർമാര്, കലാസ്നേഹികളായ നാട്ടുകാര്, എന്റെ വീടിന്റെ തൊട്ടടുത്താണ് ഈ ക്ലബ്ബ് പ്രവർത്തിക്കുന്നത്. ഞങ്ങളിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ യാത്രയിൽ എന്നും അവിടെ നിന്ന് നല്ല പാട്ടും നല്ല ഏറ്റവും ആഘോഷകരമായ പരിപാടികളൊക്കെ നടക്കും. എങ്കിൽ പോലും ആ ക്ലബ്ബിൽ എന്താണ് നടക്കുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. ഇന്നിപ്പോൾ ഞാനിവിടെ വന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വടംവലി മത്സരം ഞാൻ നേരിട്ട് കാണുന്നത്. ടിവിയിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ വേറെ രീതിയിൽ കണ്ടിട്ടുണ്ട്. അത് കാണുന്ന ഒരു കുട്ടിയുടെ കൗതുകത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇത് ദർശിക്കുന്നത്. ഞാനിപ്പോൾ പറയുകയാണ്, ഇവിടെ ഇത്രയും അതിമനോഹരമായ ഒരു വടംവലി മത്സരം നമ്മൾ നടത്തിയിരിക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ്. അതിന്റെ തുകയും കാര്യങ്ങളും ഉപയോഗിക്കുന്നത് ഒരു പഞ്ചായത്തിന് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്കും ഈ രീതിയിലേക്ക് ഓരോ വ്യക്തികൾക്കായിട്ട് ധനസഹായമായിട്ടും അതുപോലെ തന്നെ വീടുകളായിട്ടും നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് ഉതകുന്ന രീതിയിലേക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് ഇനിയും മേൽക്കുമേൽ ഈ ക്ലബിന് കഴിയട്ടെ എന്നും, അതുപോലെ തന്നെ ഈ ഒരു മത്സരം നമ്മുടെ ഒരു മതസൗഹാർദ്ദത്തിന്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് നമ്മുടെ പള്ളി വികാരിയും അതുപോലെ തന്നെ അമ്പലത്തിന്റെ ഈ വർഗീയ ലഹളകളും ഇതൊക്കെ നടക്കുന്ന കാലഘട്ടത്തിൽ എല്ലാവർക്കും ഒരു മാതൃകയായി നിന്നുകൊണ്ട് ഇവിടെ നമ്മുടെ ഒരു മതസൗഹാർദ്ദത്തിന്റെ ഒരു കൂട്ടായ്മയായിട്ടാണ് ഇന്നത്തെ ഈ വടംവലി മത്സരം നടക്കുന്നത്. അതിന് നിങ്ങളുടെയും പഞ്ചായത്തിന്റെ എല്ലാവിധമായ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ പ്രദർശന മത്സരം തുടങ്ങുകയാണ്. ടീം തയ്യാറാകുക. ആവേശകരമായ അരീക്കര ക്ലബ്ബ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള അഖില കേരള വടംവലി മത്സരത്തിന്റെ ഈ തട്ടക്കത്തിലേക്ക് 14
അരീക്കര ക്ലബ്ബേഴ്സിന്റെ പ്രിയപ്പെട്ട മെമ്പേഴ്സിനെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഔപചാരികമായ ഉദ്ഘാടന സദസ്സിനെ ധന്യമാക്കിയ പ്രമുഖ വിശിഷ്ട വ്യക്തിത്വങ്ങളെയുമെല്ലാം ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കായിക മാമാങ്കം വിജയിപ്പിക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ കായിക പ്രേമികളെയും മത്സരതട്ടകത്തെ കൈക്കരുത്തിന്റെയും മെയ്ക്കരുത്തിന്റെയും മേലാളിത്തത്തെ പടത്തുയർത്തുവാൻ എത്തിച്ചേർന്നിട്ട് പ്രിയപ്പെട്ട വടംവലി മത്സരാർത്ഥികളെയുമെല്ലാം ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് സൈജു കീരിപ്പൽ, ജിനോ വാലാമറ്റത്തിൽ സംയുക്തമായി സ്പോൺസർ ചെയ്യുന്ന അരീക്കര ക്ലബിന്റെ ബി ടീം കറുപ്പ് നിറം കലർന്ന ജേഴ്സിക്കാർ ഒരു വശത്ത് മത്സരിക്കുന്നുവെങ്കിൽ മറുവശത്ത് നീല വെള്ള നിറം കലർന്ന ജേഴ്സിക്കാർ അരീക്കര ക്ലബിന്റെ എ ടീം മത്സരിക്കുന്നു. കൈയടിച്ച് സ്വീകരിക്കുക 14 കായിക താരങ്ങൾ മലയാളക്കരയുടെ വിസ്മയം ഉണർത്തുന്ന മത്സരത്തിന് വേദി ഉണർത്തുന്നു. ഔപചാരികമായ സൗഹൃദ മത്സരത്തിന്റെ ഉദ്ഘാടന സെക്ഷനിലേക്ക് 14 കായിക താരങ്ങളെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടന സെക്ഷൻ നിർവഹിക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തിത്വങ്ങളെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സൗഹൃദ മത്സരം വിജയിച്ച് അരീക്കര ക്ലബ്ബ് ബി അടുത്ത റൌണ്ടിലേക്ക് എത്തിച്ചേരുന്നു. KL35 ബി 9686 എന്ന വാഹനം നിലവിൽ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തു നിന്നും മാറ്റി പാർക്ക് ചെയ്യുവാൻ വളരെ വിനയ പുരസ്സരം ഓർമ്മപ്പെടുന്നു. KL35 ഡി 9686 എന്ന വാഹനം നിലവിൽ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തു നിന്നും മാറ്റി പാർക്ക് ചെയ്യണമെന്ന് വളരെ വിനയ പുരസ്സരം ഓർമ്മപ്പെടുത്തുന്നു. കഴിഞ്ഞ ജീവിതം ഓർക്കുകില്ലവൻ സദാ പുതിയ ജീവനായി മാറുക നീദിനം. കഴിഞ്ഞ ജീവിതം ഓർക്കുകില്ലവൻ സദാ പുതിയ ജീവനായി മാറുക നീദിനം. അനീതിയായി നിന്റെ കൈയടിച്ച് സ്വീകരിക്കുക. ആവേശകരമായൊരു പോരാട്ടത്തിന് വേദി ഉണർത്തുന്ന 14 കായിക താരങ്ങൾ അരീക്കര ക്ലബിന്റെ പ്രിയപ്പെട്ട സംഘാടക സമിതിയുടെ സുഹൃത്തുക്കൾ പോരടിക്കുന്ന കാഴ്ച. മത്സരം വിജയിച്ച് അരീക്കര ക്ലബ് ബി ടീം നല്ലൊരു കയ്യടിയോടുകൂടി 14 കായിക താരങ്ങളെയും യാത്രയാക്കുക. ദൈവത്തിൻ സാന്നിധ്യം നിന്നുള്ളിൽ കാണുവാൻ സ്നേഹം നിറയ്ക്കുക നീ. ദിനമെണ്ണി എണ്ണി കഴിയല്ലേ, ധനം തേടി തേടി കുഴയല്ലേ, മനസ്സിന്റെ ശാന്തി തേടൂ. ദൈവത്തെ തേടി നാടും വിജയികൾക്കുള്ള സമ്മാനദാന ചടങ്ങുകൂടി ഈ വേദിയിൽ നടത്തപ്പെടുന്നു. വിജയിച്ച ടീമും രണ്ടാം സ്ഥാനക്കാരായ ടീമിന്റെ മത്സരാർത്ഥികളും കോർട്ടിൽ തന്നെ നൽകുക. വിജയികൾക്കുള്ള സമ്മാനദാന ചടങ്ങുകൂടി ഈ സദസ്സിൽ നിർവഹിക്കുന്നു. അരീക്കര ബി ടീമിനെ സ്പോൺസർ ചെയ്തിരിക്കുന്നു സൈജു കീരിപ്പൽ, ജിനോ വാലാമറ്റം. രണ്ടാം സ്ഥാനക്കാർക്കുള്ള സമ്മാനദാന ചടങ്ങും നിർവഹിക്കപ്പെടും. ക്ലബ്ബ് മെമ്പർമാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് എല്ലാ മെമ്പർമാരെയും നമ്മൾ ഓരോരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരത് ഭംഗിയായി നിർവഹിക്കണം. അവരവർക്ക് ഏൽപ്പിച്ചിട്ടുള്ള ചാർജ് കൃത്യമായിട്ട് തന്നെ എല്ലാവരും ചെയ്യേണ്ടതാണ്. അതിനകത്തൊരു കുറവും വരരുത്. അതുപോലെ തന്നെ നമ്മൾ ഈ സ്കൂളിന്റെ മുകൾ ഭാഗം എന്ന് പറയുന്നത് കുട്ടികൾക്കും സ്ത്രീകൾക്കുമായിട്ട് റിസർവ് ചെയ്തിരിക്കുന്നതാണ്. അതിന്റെ മുകളിലേക്ക് ദയവ് ചെയ്ത് പുരുഷന്മാർ കയറി പോകരുത്. അത് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ളതാണ്.
നമ്മൾ പറഞ്ഞു പരിശുദ്ധ ദേവാലയത്തിന്റെ തിരുമുറ്റത്ത് നടക്കുന്ന പരിപാടിയാണ്. ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും കാണികളുടെ ഭാഗത്തു നിന്നുണ്ടാകരുത്. വോളണ്ടിയേഴ്സിന്റെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും നിർദ്ദേശങ്ങളെ കർശനമായിട്ട് പാലിക്കേണ്ടതാണ്. ആശംസ അർപ്പിക്കുന്നതിനായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജേഷിനെ ക്ഷണിക്കുന്നു. ഏറെ ആദരണീയരായ ഈ മത്സരം ഉദ്ഘാടനം ചെയ്ത വൈദിക ശ്രേഷ്ഠന്മാർ, ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റ് മെമ്പർമാർ, പ്രിയപ്പെട്ട അരീക്കര ക്ലബ്ബ് മെമ്പർമാർ, കായികപ്രേമികളെ, ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സമാനതകളില്ലാത്ത ഒട്ടനവധി ഇടപെടൽ നടത്തുന്ന അരീക്കര ക്ലബ്ബ് അവരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് കളക്ട് ചെയ്യുന്നതിനും ഒപ്പം ഈ നാടിന്റെ ആകെ ഒരു കൂടിച്ചേരലിന് വേദിയൊരുക്കുകയാണ്. നമുക്കറിയാം, അടുത്ത കുറെ കാലങ്ങളായി തുടർച്ചയായി സമാനതകളില്ലാത്ത ഒട്ടനവധിയായ നമ്മുടെ സമീപ പ്രദേശത്തെ മറ്റ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ജനകീയ ഇടപെടലുകൾ നടത്തുന്ന, അശരണരായ ആളുകളെ സഹായിക്കുന്നതിന് കൈത്താങ്ങാകുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങൾ അരീക്കര ക്ലബിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അരീക്കര ക്ലബ്ബ് ഭാരവാഹികളുടെ മുമ്പിൽ ഞങ്ങളൊരു നിർദ്ദേശം സൂചിപ്പിച്ചിരുന്നു. ആ കാര്യം കൂടി മറ്റൊന്നല്ല, വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഇപ്പോൾ പ്രവർത്തിക്കുന്ന, ഇന്നലെ ഉദ്ഘാടനം ചെയ്ത മന്ദിരത്തിലേക്ക് മാറുമ്പോൾ ഒഴിവ് വരുന്ന കെട്ടിടത്തിൽ ഏതാനും നാളുകൾക്കുള്ളിൽ ഒരു ആയുർവേദ ആശുപത്രി, IP യൂണിറ്റോട് കൂടുന്ന കിടത്തി ചികിത്സിക്കുന്ന സൗകര്യത്തോടുള്ള ആയുർവേദ ആശുപത്രി ആരംഭിക്കുകയാണ്. ഈ നാട്ടിലെ അശരണരായ ആളുകൾക്ക് പൊതുവെ ആയുർവേദ ചികിത്സ വളരെയേറെ ചിലവേറിയതാകുന്ന കാലത്ത് ഏറ്റവും ചെലവ് ചുരുക്കി പരമാവധി സൗജന്യമായി ചികിത്സ നൽകുന്നതിനുള്ള ഒരു ആതുരാലയമായി മാറുന്ന ആ മന്ദിരം ഒട്ടനവധിയായ നിർമ്മാണ പ്രവർത്തനങ്ങൾ വരുന്ന കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നിർവഹിച്ചാൽ മാത്രമേ ആ ആശുപത്രിയോടെ പ്രവർത്തിക്കാൻ കഴിയൂ. അരീക്കര ക്ലബിന്റെ പ്രിയപ്പെട്ട ഭാരവാഹി ശ്രീ മനു കൊങ്ങാട്ടുകുന്നേലിനോട് ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി എന്ന നിലയിൽ ഞാനും അതുപോലെ സന്നിഹിതയോടും എല്ലാം ചേർന്ന് ഒരു കാര്യം അഭ്യർത്ഥിച്ചിരുന്നു. അത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ ഒരു ചെറിയ സഹായം കൂടി ഉണ്ടാവണമെന്ന്. അപ്പോൾ നിങ്ങൾ നടത്തുന്ന ഒട്ടനവധിയായ ജീവകാര്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇത്തരത്തിലുള്ള സഹായം കൂടി ഈ നാടിനു വേണ്ടി ചെയ്തു നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് സമാനതകളില്ലാത്ത ഈ ഇടപെടൽ നടത്തുന്ന ഈ അരീക്കര ക്ലബിന് എല്ലാവിധ ഭാവങ്ങളും ആശംസിച്ച് ഈ കായികമേളയിൽ പങ്കെടുക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഈ നാട്ടിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, ആശംസ അർപ്പിക്കുന്നതിനായിട്ട് ശ്രീ സണ്ണി പുതിയിടത്തിനെ ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയങ്കരനായ അരീക്കര ക്ലബിന്റെ പ്രസിഡന്റ് ശ്രീ മനു കൊങ്ങാട്ടുന്നേൽ, പ്രിയങ്കരനായ ഇതിന്റെ പ്രധാന ഭാരവാഹി നമ്മുടെ പ്രിയപ്പെട്ട കിഷോർ, നമ്മുടെ അരീക്കര പള്ളി വികാരി അച്ഛൻ ഏറ്റവും പ്രിയങ്കരനായ ജോസച്ച, പ്രിയപ്പെട്ട പെരുമറ്റം മേൽശാന്തി നാരായണൻ നമ്പൂരി, പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയങ്കരയായ പ്രസിഡന്റ് ശ്രീ തങ്കമണി ശശി, ഏറ്റവും പ്രിയങ്കരനായ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജേഷ് ശശി, നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് മെമ്പർ സിൽവി പങ്കിയാഷൻ, ഏറ്റവും പ്രിയങ്കരനായ പഞ്ചായത്ത് മെമ്പർ ശ്രീ ജിൽസൺ ജേക്കബ് പെരുന്നിലം, പ്രിയപ്പെട്ട ക്ലബിന്റെ മറ്റ് ഭാരവാഹികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, വളരെ സന്തോഷത്തോടും അതിലേറെ അഭിമാനത്തോടും കൂടിയാണ് നമ്മളെല്ലാവരും ഈ വേദിയിൽ നിൽക്കുന്നത്. നമ്മുടെ അരീക്കര ക്ലബിനെ സംബന്ധിച്ച് കഴിഞ്ഞ 5 വർഷക്കാലമായി നമുക്ക് എല്ലാവരും, എനിക്ക് മുമ്പ് പ്രസംഗിച്ച ആളുകളൊക്കെ പറഞ്ഞു, എനിക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യമാണ്. അരീക്കരയിലെ സമീപ പ്രദേശങ്ങളെയും പാവപ്പെട്ടവരായിട്ടുള്ള നമ്മുടെ സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികളായിട്ടുള്ള വിദ്യാഭ്യാസ സഹായം, അതുപോലെ തന്നെ ചികിത്സാ സഹായം, അങ്ങനെ തുടങ്ങിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു മാതൃകാ ക്ലബ്ബാണ് അരീക്കര ക്ലബ്ബ് എന്ന് പറയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ ചുരുങ്ങിയ കാലം കൊണ്ട് നമുക്കൊക്കെ അറിയാം, കേരളത്തിലും അതുപോലെ ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു ക്ലബ്ബായി അരീക്കര ക്ലബ്ബ് മാറിയെങ്കിൽ ഇതിന്റെ പിന്നിലുള്ള വിജയം എന്ന് പറയുന്നത് അരീക്കരയിലെ രാഷ്ട്രീയ ജാതിമത ചിന്തകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അരീക്കരയിലെ ഒരുപറ്റം ചെറുപ്പക്കാര് അവരുടെ ആത്മാർത്ഥമായ ഒരു ഐക്യമാണ് ഈ ക്ലബിന്റെ വിജയത്തിന്റെ പിന്നിലെന്ന് നമുക്കൊക്കെ അറിയാം. എല്ലാവരും ഒത്തൊരുമയോടുകൂടി കൂട്ടായ്മയോടുകൂടി പ്രവർത്തിക്കുന്ന ഈ ക്ലബിന്റെ വിജയം മുന്നോട്ടും തുടർന്ന് വിജയത്തിൽ എത്തുവാൻ കഴിയട്ടെ. കൂടുതൽ ജനോപകാരപരമായ കാര്യങ്ങൾ നാടിനു വേണ്ടി നാട്ടിലെ കഷ്ടപ്പെടുന്ന പാവപ്പെട്ട ആളുകൾക്ക് നൽകുവാൻ കഴിയട്ടെ. ഈ ക്ലബ്ബ്
പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ, എന്നെ സംബന്ധിച്ച് അതിയായ സന്തോഷമുണ്ട്. എന്റെ അരീക്കര ഈ വാർഡിൽ തന്നെ ഈ പരിപാടി നടക്കുന്നു എന്നുള്ളത് കാണുന്നതിൽ അതിയായ സന്തോഷവും അഭിമാനവുമുണ്ട്. ഈ ക്ലബിന്റെ ഏതൊരാവശ്യങ്ങളിലും എപ്പോഴും നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകും. നിങ്ങളുടെ ഏതൊരാവശ്യങ്ങളിലും ഞാൻ ബന്ധപ്പെടാറുണ്ട്. ഇനിയും തുടർന്നും എല്ലാവിധ പിന്തുണയും അറിയിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അറിയിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി പഞ്ചായത്ത് മെമ്പർ ജിൽസൺ പെരുന്തലത്തിന് ക്ഷണിക്കുന്നു. ഏറ്റവും സ്നേഹം നിറഞ്ഞ വികാരി അച്ഛ, പ്രിയപ്പെട്ട പഞ്ചായത്ത് മെമ്പർമാര്, പ്രസിഡന്റ് സജേഷ്, വൈസ് പ്രസിഡന്റ് സജേഷ്, പ്രസിഡന്റ് സംഗമണി ചേച്ചി, പ്രിയമുള്ളവരെ, ഞാനിവിടെ നിൽക്കുക ഗ്രാമപഞ്ചായത്ത് മെമ്പർ എന്നതിലുപരിയായി ഒരു തികഞ്ഞ വടംവലി പ്രേമി എന്ന നിലയിലാണ് ഇവിടെ എത്തുക. എല്ലാവർക്കും അറിയാവുന്നവർ ഞങ്ങളും ഒരു വടംവലി മത്സരമൊക്കെ പൊതുവേലി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇവിടെ നേരത്തെ തന്നെ എത്തുന്നതിനുള്ള കാരണം വടംവലി എന്ന കായിക മങ്കമ്പാത്രത്തോടുള്ള ആ സ്നേഹത്തോട് ഓർത്ത് മാത്രമാണ് ഇവിടെ നേരത്തെ എത്തിയത്. എങ്കിലും ഇവിടെ വന്നു ചേർന്ന് എനിക്ക് ഇവിടെ ഒരു ആശംസ അർപ്പിക്കാനായിട്ട് അവസരം തന്ന ഏവർക്കും നന്ദി പറയാനായി അവസരം വിനിയോഗിക്കുന്നു. ഒപ്പം തന്നെ അരീക്കര ക്ലബിന്റെ വൈസ് പ്രസിഡന്റ് സജയ് സൂചിപ്പിച്ചതുപോലെ സമാനതയില്ലാത്ത പ്രവർത്തനം, കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ഏറെ ശ്രദ്ധേയമായ കേരളത്തിൽ ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ അറിയപ്പെടുന്ന അരീക്കര ക്ലബ്ബ് അതിന്റെ പ്രവർത്തനങ്ങൾ വീണ്ടും അതിന്റെ ഉന്നതകളിലേക്ക് വീണ്ടും പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഇതിന്റെ അടുത്ത പൊതുവേലിക്കാരൻ എന്ന നിലയിൽ ഈ ക്ലബിന്റെ പേര് എല്ലായിടത്തും കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. തുടർന്നും അങ്ങോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും, എല്ലാ കാരുണ്യ പ്രവർത്തനങ്ങളിലും നിങ്ങൾക്ക് സർവേശ്വരൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം തന്നെ ഈ വടംവലിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. കളി ആരംഭിക്കുകയാണ്. ആദ്യ മത്സരത്തിന് വേണ്ടി യങ്സ്റ്റാർ അഞ്ചുമല മൂന്നിലവ് കോട്ടയം, യുവ ഫ്രണ്ട്സ് പൊൻകുന്നം കോട്ടയം, ഇരു ടീമുകൾക്ക് സ്വാഗതം. കളി നിയന്ത്രിക്കുന്നതിന് വേണ്ടി കോട്ടയം ജില്ലാ വടംവലി അസോസിയേഷന്റെ താരദാസൻ കോട്ടയത്തിനെയും സജി കെസിയെയും ആ റൗണ്ടിന് വേണ്ടി ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒരു ചെറിയ ആവശ്യം അരീക്കര ക്ലബിന്റെ മുമ്പിൽ വെക്കുകയുണ്ടായി. അരീക്കര ക്ലബിന്റെ മുമ്പിൽ ഒരു അപേക്ഷയുമായി വന്ന ആരെയും ഞങ്ങൾ നിരാശരാക്കി മടക്കി അയച്ചിട്ടില്ല. എത്ര ഫണ്ട് കുറവായി. അരീക്കര കെട്ടിന്റെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ കെട്ടിടം പണിയുമായിട്ട് ബന്ധപ്പെട്ട് ക്ലബ്ബ് കടത്തിലായിരുന്ന സമയത്ത് പോലും നമ്മളൊരു അപേക്ഷയുമായിട്ട് വന്ന ഒരാളെ പോലും നിരാശരാക്കാതെ ഞങ്ങൾ ഏതെങ്കിലും രീതിയിൽ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറഞ്ഞ ആ കാര്യം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. ആയുർവേദ ആശുപത്രിയുടെ പേവാർഡ് അരീക്കര ക്ലബ്ബ് ചെയ്തു കൊടുക്കുന്നതായിരിക്കും എന്ന് ഞാൻ ഈ സമയത്ത് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. KL35D 4686 വണ്ടി 4696 വണ്ടി അവിടെ നിന്ന് മാറ്റി കൊടുക്കേണ്ടതാണ്. രാജോടിമാലി, അടുത്ത മത്സരം. ടീമുകളെല്ലാം തയ്യാറാകുക. മത്സരം ആരംഭിക്കുന്നു. സെഞ്ചുറിയുടെ തല കിങ്സ് ഫിഷർ കോട്ടാങ്ങൽ ടീമുകൾ മത്സരങ്ങൾക്ക് തയ്യാറാവുക. ചലഞ്ചർ ചപ്പാത്ത് റെഡ് സ്റ്റാർ കോട്ടയിൽ കോവലകം പറവൂർ ടീമുകളും മത്സരങ്ങൾക്ക് തയ്യാറാവുക. എപ്പോൾ മത്സരങ്ങൾക്കുള്ള മുഴുവൻ ടീമുകളും തയ്യാറായി നൽകുക. മത്സരം ആരംഭിച്ചിരിക്കുന്നു. യങ്സ്റ്റാർ അഞ്ചുമല റോസ് കറുപ്പ് നിറങ്ങളുന്ന ജേഴ്സിക്കാർ ഒരു വശത്ത് മത്സരിക്കുന്നു. മറുവശത്ത് യുവ പൊൻകുന്നം. കോട്ടയം ജില്ലയുടെ തന്നെ 14 കായികതാരങ്ങൾ മുഖാമുഖം ഏറ്റുമുട്ടുന്ന മത്സരാർത്ഥികൾ. ആവേശകരമായ പോരാട്ടം. ചുമപ്പ് കറുപ്പ് നിറങ്ങളുന്ന ജേഴ്സിക്കാർ യുവ പൊൻകുന്നം. ഇടുക്കി ജില്ലയുടെ മത്സരാർത്ഥി 1-ാം നമ്പറിൽ മത്സരിക്കുന്നു ബിബിൻ തൂമാല. ആവേശകരമായ പോരാട്ടത്തിലേക്ക് കോട്ടയം ജില്ലയുടെ മത്സരാർത്ഥികൾ മുഖാമുഖം പോരടിക്കുന്ന കാഴ്ച. അടുത്ത മത്സരത്തിന് ടീമുകൾ തയ്യാറാവുക. കിങ്സ് ഫിഷർ കോട്ടാങ്ങൽ, ചലഞ്ചർ ചപ്പാത്ത് ടീമുകൾ മത്സരങ്ങൾക്ക് തയ്യാറായി എൻട്രൻസിലേക്ക് എത്തിച്ചേരുക. അടുത്ത മത്സരത്തിന് ടീമുകൾ തയ്യാറായി എൻട്രൻസിലേക്ക് എത്തിച്ചേരുക. സെഞ്ചുറി ഇടത്തല, കിങ്സ് ഫിഷർ കോട്ടാങ്ങൽ ടീമുകൾ
അടുത്ത മത്സരത്തിന് തയ്യാറായി എൻട്രൻസിലേക്ക് എത്തിച്ചേരുക. ചലഞ്ചർ ചപ്പാത്ത്, റെഡ് സ്റ്റാർ കോട്ടയിൽ കോവലകം ടീമുകളും മത്സരങ്ങൾക്ക് തയ്യാറായി നിൽക്കേണ്ടതാണ്. തുടർന്നുള്ള ഫുൾ മത്സരം ഇവിടെ അനൗൺസ് ചെയ്യുന്നു. ബിപൂൾ മത്സരത്തിനുള്ള ടീമുകൾ തയ്യാറാവുക. സമന്വയ പറവൂർ എറണാകുളം, സെവൻസ് പേരാമംഗലം, ഉദയ കഞ്ഞിക്കുഴി, യുവ ഫ്രണ്ട്സ് അടിമാലി, പ്രിയദർശിനി ഇടുക്കി, ബാസ് ബോയ്സ് വായിക്കര പെരുമ്പാവൂർ ടീമുകളും മത്സരങ്ങൾക്ക് തയ്യാറാവേണ്ടതാണ്. സീപൂൾ മത്സരങ്ങൾക്കുള്ള ടീമുകളും തയ്യാറാവുക. ലയൺസ് പുത്തൂർ തൃശൂർ, ഫ്രണ്ട്സ് മാഞ്ഞാമറ്റം, ആഹാ നീലൂർ, ഭാവന എടപ്പാടി, ചലഞ്ചേഴ്സ് മറ്റക്കുഴി, KCYM ജയഗിരി, സോണി പറവൂർ, VR1 തോതപ്പാറ ടീമുകളും മത്സരങ്ങൾക്ക് തയ്യാറാവുക. ശ്രീ MG ശ്രീകുമാർ ആലപിച്ച ഈ വർഷത്തെ ഏക ക്രിസ്തീയ ആൽബം രക്തം കിനിയും കാൽവരി കാണ്ടി കരളിലെ സങ്കടക്കടലിൽ തിരകൾ ഉയരുന്നു. പ്രിയമുള്ളവരെ, അരീക്കര ക്ലബ് അരീക്കര സംഘടിപ്പിച്ച 4ാമത് അഖില കേരള വടംവലി മത്സരം ഇപ്പോൾ റെഡിലും ബ്ലാക്കിലും അണിഞ്ഞൊരുങ്ങി നിന്ന് മത്സരിച്ചുകൊണ്ട് യുവ ഫ്രണ്ട്സ് പൊൻകുന്നം വിജയിച്ച് നെക്സ്റ്റ് റൗണ്ടിൽ യങ്സ്റ്റേഴ്സ് അഞ്ചുമല ഇരു ടീമുകളും തൂക്ക സെന്ററിലേക്ക് പോകും. അടുത്ത മത്സരം രാജു. സെഞ്ചുറിയുടെ കിങ്സ് ഫിഷർ കോട്ടാങ്ങൽ ടീമുകൾ മത്സരത്തിന് കോർ റിപ്പോർട്ട് ചെയ്യുക. ചലഞ്ചർ ചപ്പാത്ത്, റെഡ് സ്റ്റാർ കോട്ടയിൽ കോവിലകത്തിന്റെ മത്സരാർത്ഥികളും കോർണകത്തേക്ക് പ്രവേശിക്കുക. 59 ടീമുകൾ പങ്കെടുക്കുന്ന മനോഹരമായ റൗണ്ടോടെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം എല്ലാ വർഷവും ഇതാ കൈയടിച്ച് സ്വീകരിക്കുക റോയൽ ബ്ലോ ബ്ലാക്ക് ഡ്രസ്സുകളിൽ സെഞ്ചുറി ഇടത്തിൽ ആലുവ. ഭരതൻ ടീമിനെയൊക്കെ കൈയടിച്ച് സ്വീകരിക്കൂ. കിങ് ഫിഷർ കോട്ടാങ്ങൽ ടീമുകളെ മത്സരം താമസിപ്പിക്കരുത്, ഓടി നിൽക്കും. ചലഞ്ചർ ചപ്പാത്ത്, റെഡ് സ്റ്റാർ കോട്ടയിൽ കോവിലകത്തിന്റെ മത്സരാർത്ഥികൾ കോർണകത്തേക്ക് പ്രവേശിക്കുക. ചലഞ്ചർ ചപ്പാത്ത്, റോയൽ ബ്ലോ വൈറ്റ് ഡ്രസ്സുകളിൽ കിങ്